നിന്റെ പോക്കൊട്ടും ശരിയല്ല. ഹലോ, അങ്ങനെ നമ്മുടെ ഉപ്പും മുളകിൽ നമ്മുടെ കേശുവിന് പെട്ടെന്ന് കുറച്ച് പൈസക്ക് അത്യാവശ്യം. അങ്ങനെ നമ്മുടെ ഭവാനി അമ്മൂമ്മയുടെ അടുത്ത് വരുവാണ് ഈ പൈസയും ചോദിച്ച്. അപ്പൊ അമ്മൂമ്മ പറയുന്നുണ്ട്, എടാ മോനെ, എൻ്റെ കയ്യിൽ തന്നെ പൈസ ഇല്ല, പൈസ കഴിഞ്ഞ ദിവസം തീർന്നു പോയിട്ട് ലച്ചുവിൻ്റെ എന്നാ ഞാൻ കുറച്ച് പൈസ മേടിച്ചേ, നീ അവളോട് പോയി ചോദിക്ക് എന്ന് പറയുകയാണ്. അപ്പൊ ലച്ചുവിൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ തന്നെ ലച്ചു ഇങ്ങനെ തരൂലാന്ന് ഇങ്ങനെ ആക്ഷൻ കാണിക്കുക കേട്ടോ. ഇല്ല ഇല്ല, ഒട്ടും പറ്റത്തില്ല, നടപടിയാവൂല എന്ന് പറയുകയാണ്. അപ്പൊ പാറുക്കുട്ടി നമ്മുടെ കേശു ഇങ്ങനെ പൈസ ഇറക്കുന്നത് കണ്ടിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, മർലിൻ ചേച്ചിയായിട്ട് ടൂറ് പോകാനായിരിക്കും എന്ന് പറയുന്നുണ്ടേ. അപ്പൊ നമ്മുടെ സിദ്ധു അളിയൻ നമ്മുടെ കേശു അളിയനെ ഒന്ന് കുത്തി പറയുന്നുണ്ട്, അല്ലെങ്കിലും കേശു ഇപ്പൊ ഇവിടെയെങ്കിലും അല്ല, കേശു ഇപ്പൊ ഭയങ്കരമായിട്ട് അതിര് വിട്ട് പോകുന്നുണ്ട് അല്ലെങ്കിൽ നമ്മുടെ സിദ്ധു അളിയനെ ഇങ്ങനെ നൈസായിട്ട് ഇടയിൽ കൂടി പണി കൊടുക്കുന്നുണ്ടേ. ലാസ്റ്റ് കേശു ദേഷ്യപ്പെട്ട് പുറത്തേക്ക് പോകുന്നുണ്ട്. പിന്നെ നമ്മുടെ പാറുക്കുട്ടി ഓടി വന്നിട്ട് നമ്മുടെ ഭവാനി അമ്മൂമ്മയുടെ അടുത്ത് പറയുകയാണ്, അമ്മൂമ്മയ്ക്ക് ഒരു ഗിഫ്റ്റും കൊണ്ടാ കേശുവേട്ടൻ വരുന്നേ എന്ന് പറയുകയാണ്. അപ്പൊ തന്നെ നമ്മുടെ ഭവാനി അമ്മൂമ്മ അയ്യോ പത്തോ എന്ന് പറഞ്ഞിട്ട് ഓടി പേടിച്ചിട്ട് അകത്തേക്ക് ഓടി പോകുന്നുണ്ടേ. എന്തായിരിക്കും സംഭവം അവിടെ നടന്നിട്ടുണ്ടാകുക? നമ്മുടെ കേശുവളിനെ സിദ്ധുവളിനെ എന്തിനിങ്ങനെ അവഗണിക്കുന്നു അല്ലേ കൂട്ടുകാരെ? നമ്മുടെ കേശുവളിന് ഇത്തിരി പൈസ അല്ലേ ചോദിച്ചുള്ളൂ, ലച്ചുർ അത് കൊടുക്കാൻ പാടില്ലായിരുന്നു, പാവമല്ലേ നമ്മുടെ കേശു. എന്തായാലും കാത്തിരിക്കാം കേട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഹെറാം ദി മലയാളി സൈനിങ് ഓഫ്.